ഈ പ്രഭാതത്തിനെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 23 വാക്യം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് പ്രവാസികൾ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ജീവിതത്തിൻ്റെ നന്മ തേടി, നല്ല ജീവിത സാഹചര്യങ്ങളെ തേടി പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിൽ നമുക്ക് കാണുവാൻ ആഗമന സ്ഥലങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചേക്കാം, ഡിപ്പാർച്ചർ അറൈവൽ സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. പലപ്പോഴും നമ്മൾ നല്ല ആഗ്രഹങ്ങൾ വെച്ച്, നല്ല ലക്ഷ്യം വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളുടെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് മാറ്റി ദൈവഹിതമല്ലാത്ത ജീവിതശൈലിയുടെ ഉടമസ്ഥരായി ദൈവപ്രസാദത്തിന് പകരം, നന്മയ്ക്ക് പകരം തിന്മ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നത്തക്ക രീതിയിൽ നമ്മൾ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ, ദൈവത്തിനും ദൈവവചനത്തിനും ആത്മീയ കാര്യങ്ങൾക്കും ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മൾ നിലനിൽക്കുവാനും നമ്മുടെ ഗമനം സ്ഥിരമാകുവാനും ഇടയായിത്തീരും. സങ്കീർത്തനങ്ങൾ 1 അധ്യായം 1 വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിയിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പുകൾ സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു പാപികളുടെ വഴി എന്ന് കാണുന്നു. എന്നാൽ അതിൻ്റെ 6 വാക്യം, അവസാന വാക്യത്തെ നമ്മൾ കാണുന്നു, ദൈവം യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു നീതിമാന്മാരുടെ വഴി, മുകളിലത്തെ വാക്യം നമ്മൾ ദുഷ്ടന്മാരുടെ വഴി. അങ്ങനെ 2 വഴിയുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് കാരണമായി തീരുന്നത്. കൊരിന്ത്യർ ലേഖനം നമ്മൾ 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴെ ആയിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു, എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എല്ലാവരും എങ്കിലും അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിക്കാത്ത ഒരു വഴി. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള ഹാനോക്കിനെ പറ്റി പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അങ്ങനെ ദൈവത്തോടു കൂടെ നടക്കുവാനൊരു തീരുമാനം നാം ഇന്ന് പകൽക്കാലം എടുക്കുന്നെങ്കിൽ നമ്മുടെ വഴിയെ സ്ഥിരമാക്കുവാൻ, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സദൃശവാക്യങ്ങൾ 16:9 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ വഴിയെ നിരൂപിക്കുന്നു, എന്നാൽ അവൻ്റെ കാലടികളോ യഹോവ ക്രമപ്പെടുത്തുന്നു. നമുക്ക് ചിന്തിക്കുവാൻ പറ്റും, നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റും, പക്ഷേ അതൊക്കെ സ്ഥിരമാക്കുന്നത്, ക്രമപ്പെടുത്തുന്നത് ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. സദൃശവാക്യം 4:18 വായിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ ആകുന്നു, ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. ദുഷ്ടന്മാര് അവരുടെ വഴി അന്ധകാരമാകിയാൽ ഒന്ന് വീണാൽ മതി, അവരവിടെ തീരും. എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ 2ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ വീണാലും നിലം പരിചയാകയില്ല. നീതിമാൻ വീഴാൻ സാധ്യതയുണ്ട്, വീണാലും അവൻ നിലം പരിചയാകത്തില്ല. കാരണം അവനെ കൈപിടിച്ച് നടത്തുന്ന, അവനെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ജനത്തെ ഏൽപ്പിക്കുന്നു. വചനം കേൾക്കുന്ന നിന്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടന്ന് അവരുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തോട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.